അപ്പോൾ അതൊക്കെ നമസ്കാരം. നമ്മൾ രാമേശ്വരത്ത് വന്നിട്ട് സ്റ്റേ ചെയ്ത് ഇവിടെ കേട്ടോ. വന്ന് നമുക്ക് ഫ്രഷപ്പും കാര്യങ്ങളും നമ്മൾ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. അപ്പോൾ അവിടെ ചെറിയ റൂമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ധനുഷ്കോടി കറങ്ങാനായിട്ടുള്ള വണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു വണ്ടി വന്നിട്ടുണ്ട്, ഇനിയൊരു വണ്ടി വരും, മഹേന്ദ്രയുടെ ചെറിയ ടൂറിസ്റ്റ് വണ്ടി വന്നിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ബസ് നേരെ ഇവിടെ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇനി ധനുഷ്കോടിക്കുള്ള യാത്ര കേട്ടോ. രാമേശ്വരത്ത് വന്നു കഴിഞ്ഞാൽ ധനുഷ്കോടിക്ക് പോയിട്ട് മഹേന്ദ്രയുടെ ടൂറിസ്റ്ററിലായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ബസ്സൊന്നും നമുക്ക് വരെ കടത്തിവിടില്ല. അതെന്താ കാരണം എന്നറിയില്ല. നമുക്ക് എന്തായാലും പോകുമ്പോൾ കാണാൻ വഴിയിൽ വണ്ടിയൊക്കെ ഉണ്ടോ നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഈ ധനുഷ്കോടിയിലെ കാഴ്ചകൾ കാണാനായിട്ട് പോകേണ്ടി. ഇവിടെ ശരിക്കും നല്ല ചെറിയൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് പോകുന്ന സ്ഥലം കേട്ടോ. നമ്മൾ ധനുഷ്കോടിക്ക് വന്നിട്ട് ആദ്യമായിട്ട് പോകാൻ പോകുന്ന സ്ഥലത്തേക്കുള്ള വഴി കേട്ടോ. നല്ലൊരു രണ്ട് സൈഡും കടലിൻ്റെ ഭാഗം നടക്കും. ഇവിടെ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലം കേട്ടോ. നല്ല മനോഹരമായ സ്ഥലമാണ്. കാണുന്നതാണ് അമ്പലം നമ്മൾ പോണത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് അടിച്ചു പൊളിച്ച് പോകണുണ്ടോ. പാട്ട് നിർത്താൻ പറഞ്ഞിട്ട് ആൾ കേൾക്കണ്ട, കാരണം നമുക്ക് അധികം നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടോ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത്. ഇപ്പോൾ തൊട്ട കുറച്ച് ഫ്രണ്ടിലേക്ക് പോകണം നമ്മുടെ അമ്പലത്തിലേക്ക്. അതേ ആൾക്കാരുണ്ട്. ഈ വന്ന രണ്ട് മഹേന്ദ്രയുടെ വണ്ടിയിലായിട്ട് നമ്മൾ വന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നവരൊക്കെ അമ്പലത്തേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ധനുഷ്കോടിയിൽ വന്നിട്ട് ആദ്യത്തെ ഫസ്റ്റ് സ്പോട്ടായിട്ട് ഈ വന്ന ക്ഷേത്രം. അത്യാവശ്യം നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് 9 മണിയൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ള സമയമുണ്ടോ. നല്ല വെയിലുണ്ട് ഇവിടെ. എൻ്റെ മരങ്ങളൊന്നും ഇല്ല ഭാഗത്ത്. രണ്ട് സൈഡും കടലാണ്. അപ്പോൾ നല്ലൊരു മനോഹരമായ വ്യൂ തന്നെ കേട്ടോ. അപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കോദണ്ഡരാമ ടെമ്പിളിലേക്ക് വന്നത് കേട്ടോ. ധനുഷ്കോടി യാത്രയിൽ ആദ്യമായിട്ട് വന്ന സ്ഥലമാണ് നമ്മൾ. അപ്പോൾ രാമേശ്വരം ടെമ്പിളിന് നല്ല തിരക്കായിരുന്നു. നമ്മൾ ഈ കോദണ്ഡരാമ ടെമ്പിളിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം കടകളും കാര്യങ്ങളുണ്ട്. ഇവിടേക്ക് മൊത്തം കടലിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ. ഇവിടെ കടലിൻ്റെ കണക്കെ നടന്നു എൻ്റെ വെള്ളത്തിൽ കൂടെയൊക്കെ. കടലിൻ്റെ ആഴില്ലാത്ത സ്ഥലം തോന്നുന്നു കേട്ടോ. ഇതാണ് ടെമ്പിളിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു മരത്തമുണ്ട്. അതൊക്കെ നല്ല ഒരുപാട് സാധനങ്ങൾ ഇട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ തുണിയിലൊക്കെ ആയിട്ട് വള അതൊക്കെ ആയിട്ട് ആദ്യമൊക്കെ പറക്കിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. 1964 ചുഴലിക്കാറ്റുണ്ടായിട്ട് നശിക്കപ്പെടാത്ത ഒരു ക്ഷേത്രമാണ് കേട്ടത്. ധനുഷ്കോടി ഏകദേശം പൂർണ്ണമായിട്ട് നശിക്കപ്പെട്ടു. അപ്പോഴും ഈ ക്ഷേത്രത്തിന് ഒരു കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. ഇപ്പോഴും ഈ ക്ഷേത്രം ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ. ഈ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് നല്ല വെയിലാണ്. പക്ഷേ ഇവിടെ കണ്ടോ നല്ലൊരു അരയാറ് നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നല്ല തണുത്തൊരു അന്തരീക്ഷം കേട്ടോ. ആ വെയിലിൽ നിന്ന് വന്ന് ഈ മരത്തിൻ്റെ കടക്കി നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക കൂളിങ്ങാണ്. അപ്പോൾ അത്യാവശ്യം ഇവിടെ കയറി കടകളൊക്കെ ഉണ്ട്. ഇവിടെ ഇതുണ്ട്. അത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എത്തിയിട്ട് ഏറ്റവും ഫസ്റ്റ് വന്ന ക്ഷേത്രമാണ് ഇത്. അപ്പോൾ ഇനിയും ധനുഷ്കോടിയിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഇവിടെ ഉണ്ട് നമ്മുടെ കടലിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു പുഴ പോലെ ഉണ്ട്. അപ്പോൾ അതുപോലെ ആൾക്കാർ നടന്നു തന്നെ കേട്ടോ. ഒരു ബക്കറ്റൊക്കെ തലയിരിക്കുന്നുണ്ട്. എന്തൊരു സംഭവം എന്ന് അറിയില്ല നമുക്കെന്തായാലും ഇവിടെ വരുമ്പോഴേ എന്തായാലും നോക്കട്ടെ ഒരു സംഭവം. ഒരു അകലെ നടന്നു തരണം. നമ്മൾ വന്ന സമയത്ത് ഒരുപാട് പേര് നടന്നു വരണ്ടായിരുന്നു. ബക്കറ്റ് അത് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഈ ഇവിടെ ഒരുപാട് പേര് നടന്നു വരുന്നുണ്ട്. ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അടുത്തൊരു ബക്കറ്റൊക്കെ കൊണ്ട് വന്നവർ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തൊരു സംഭവം നോക്കാം. മീനാണല്ലേ. അതെ മീൻ പിടിച്ചു വരാം. ഇതാ പിന്നെ അങ്ങനെ ഇവിടെ കടലിൽ നിന്നാ അവർ പോയിട്ട് പിടിച്ചു കൊണ്ട മീനാന്ന് കേട്ടോ. ഇവിടെ നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ആ കടലിൽ നിന്ന് നടന്നു വരുന്നുണ്ട്. ഇത് കടലിൻ്റെ ആഴില്ലാത്ത ഭാഗം തോന്നുന്നുണ്ടോ. കറക്റ്റായിട്ട് അറിയില്ല സംഭവ സ്ഥലമെന്ന്. രണ്ട് ചുറ്റും കടലാണ്. ഒരു ദ്വീപ് പോലെ സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നടന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നൊന്നും ഇവർക്ക് മനസ്സിലാവണില്ല. പിന്നെ അവരൊന്നും പറയണമില്ല കേട്ടോ നമ്മളോട് സംഭവം വെച്ചാൽ എങ്ങനെ പിടിക്കണം.
അപ്പോൾ നമ്മൾ ഈ നേരെ ധനുഷ്കോടിക്കാണ് പോകുന്നത്. അപ്പോൾ ധനുഷ്കോടിക്ക് ഏറ്റവും അവസാനം ഇന്ത്യ അറ്റത്ത് നമുക്ക് തുടങ്ങാമെന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് കണ്ടുകിട്ട് പോരാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് വണ്ടി നിർത്തുന്നില്ല, നല്ല വീട്ടിൽ പോകണം. വഴി തന്നെ സ്ട്രൈറ്റ് വഴി കാരണം നല്ല ലോങ്ങിലൊക്കെ നമുക്ക് നല്ല വ്യൂ ആയിട്ട് കാണാം. രണ്ട് സൈഡിൽ കടൽ, അതുപോലെ തന്നെ ധനുഷ്കോടിയുടെ ചില ഭാഗങ്ങളും അതേ പഴയ ബിൽഡിങ്ങുകളുടെ അവശേഷങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇറങ്ങണം എന്തായാലും. അപ്പോൾ നമ്മുടെ ഇടതുവശത്തായിട്ട് കാണുന്നത് കേട്ടോ ബംഗാൾ കടലാണ് കാണുന്നത്. അപ്പോഴേക്ക് നല്ല ശാന്തമായിട്ടാണ് കിടക്കുന്നത്, ഒരു തിരകൾ പോലും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലുണ്ട് കേട്ടോ ഒരു ഇത് ഭാഗം. അപ്പോൾ നമുക്ക് ആ സൈഡ് നോക്കണമെങ്കിലേ ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ആൾക്കാരൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഒരുപാട് വണ്ടികൾ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. പാർക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് തോന്നുന്നത് ബസ് വരാത്തത്. അപ്പോൾ ഇതിന് ഇന്ത്യൻ മഹാസമുദ്രം കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഇവിടെ ഉണ്ടോ, ഇവിടെ തിരയുണ്ട്, അതുപോലെ തന്നെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല, ബംഗാൾ കടലിൻ്റെ സൈഡിൽ ആരും ഇറങ്ങിയിട്ടില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സൈഡായിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല തിരമാലകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒക്കെ സൈഡിൽ ചെറിയ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് കേട്ടോ. അതായത് നമ്മുടെ ബസ് വന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് തോന്നുന്നത് ബസ് ഇങ്ങോട്ട് കടത്തി വിടാത്തത്. രാമേശ്വരത്തിൻ്റെ ഏറ്റവും അറ്റത്തെത്തിട്ടോ ധനുഷ്കോടിയുടെ അറ്റത്ത് ഇതിൻ്റെ ഇന്ത്യൻ ബോർഡറിൽ എത്തുന്നത്. അപ്പോൾ ഇവിടേക്ക് വണ്ടികൾ കടത്തിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ബാരിക്കേഡൊക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ആ കാണുന്ന സ്തൂപത്തിൻ്റെ അടുത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും ധനുഷ്കോടിയുടെ ഏറ്റവും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ഒരു അറ്റമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ അറ്റത്തേക്ക് എത്തി. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അറ്റത്തെത്തിയിട്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ധനുഷ്കോടി അറ്റത്തൊരു അശോകസ്തംഭം കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് പോലെ നമുക്ക് ഇവിടുന്ന് കടലിൻ്റെ അവിടേക്ക് കുറച്ച് വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. നല്ല ഇതിൽ പണ്ടൊക്കെ ശ്രീലങ്ക കാണാൻ പറ്റുമെന്ന് പറയാൻ കേട്ടിട്ടുണ്ട് നമ്മൾ പല വീഡിയോകളിലൊക്കെ. നമുക്ക് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ ചില സ്ഥലങ്ങളിൽ നല്ല തിരയുണ്ട് കേട്ടോ. തിരയുള്ള സ്ഥലമുണ്ട്, അതുപോലെ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് കേട്ടോ കടലിൽ. അങ്ങനെ അപ്പോൾ നമ്മുടെ കൂടെ വന്ന എല്ലാവരും കൂടി നമ്മൾ ചെറിയൊരു ഫോട്ടോ എടുത്തിട്ടോ ആ സ്തൂപത്തിൻ്റെ അടുത്ത്. എന്തായാലും ഇന്ത്യയുടെ അറ്റം വരെ എത്തിയിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ അതൊരു മോശമില്ലാതെ നമ്മളെല്ലാവരും കൂട്ടി നോക്കി ഒരു ഫോട്ടോ എടുത്ത് നമ്മളിത് ഇവിടുന്ന് മടങ്ങാൻ പോകണം. ഇനി നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകണ വഴിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ നമ്മളിത് ഞങ്ങൾ ധനുഷ്കോടി കണ്ടു കേട്ടോ. അപ്പോൾ ധനുഷ്കോടിയുടെ ഏറ്റവും അറ്റത്ത് പോയിൻ്റാണ് കാണുന്നത്. അപ്പോൾ അത് നമ്മുടെ അശോകസ്തംഭമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ നേരെ തിരിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ തിരിച്ചു പോകണ വഴിയിൽ നമ്മൾ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ പള്ളി, ആ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് പോകുള്ളൂ കേട്ടോ.